റമൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടെ പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു, നിരവധി ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. അതിനിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം തുടരുകയും ചെയ്യുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരും. അത് കഴിയുമ്പോൾ പ്രജിൻസി കണ്ണൻ ഈ കാറ്റിൻ്റെ സഞ്ചാരപാത എന്തെന്ന് നമ്മളോട് വെളിപ്പെടുത്തുകയും ചെയ്യും. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. ഗുഡ് മോർണിംഗ് ആർ രാധാകൃഷ്ണൻ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബംഗാളിൽ കനത്ത മഴ, ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട്, ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കനത്ത മഴ ഇന്നലെ ഈ റമൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടതിന് പിന്നാലെയാണ് ആരംഭിച്ചിരിക്കുന്നത്. വലിയ നാശനഷ്ടം പശ്ചിമ ബംഗാളിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കോൽക്കത്തയുടെ അടുത്തുള്ള വിവിധ മേഖലകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹൂഗ്ലിയൊക്കെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിരവധി കൃഷിയിടങ്ങൾ നശിക്കുന്ന വിധത്തിലേക്കും വെള്ളം കയറുന്ന വിധത്തിലേക്കും ഒക്കെയാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യം ഈ വലിയ രീതിയിലുള്ള മഴ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഈ പ്രാരംഭമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു എങ്കിലും ഒരുപക്ഷെ അതിനെയൊക്കെ ചെറുക്കുന്ന വിധത്തിലുള്ള ശക്തി ഈ തീരം തൊട്ട കൊടുങ്കാറ്റിനും അതിന് സമാനമായിട്ട് ഉണ്ടായ മഴയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. രാത്രിയോടുകൂടിയാണ് മഴ പെയ്യാൻ മഴയുടെ ശക്തി വലിയ രീതിയിൽ വർദ്ധിച്ചത്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ഉള്ള ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇന്ന് ഉത്തരേന്ത്യയിൽ നോക്കുമ്പോൾ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട് തുടരുകയാണ്. റെഡ് അലർട്ട് നിലനിൽക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ശരാശരി ഒരു 45 ഡിഗ്രി എന്ന വിധത്തിലേക്കാണ് ചൂട് എത്തിയിട്ടുള്ളത്. രാജസ്ഥാനിൽ 49 വരെയൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ ചൂട്, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ നിർദ്ദേശങ്ങൾ അത് കർശനമായിട്ട് പാലിക്കണം എന്ന് എല്ലാ സർക്കാരുകളും ആവശ്യപ്പെടുന്നുണ്ട്. ഈ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് ചൂട് ഏൽക്കുന്ന വിധത്തിലുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങൾ അത് ഉണ്ടാകരുത്. മറിച്ച് അവർക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കണം. ഈ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ അടക്കം ആ ശ്രദ്ധ വേണം എന്നൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ ഈ തൊഴിലുടമകളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.